ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകമെമ്പാടും YMCA YWCA പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞ നവംബർ 8 മുതൽ ഇന്ന് വരെ പ്രാർത്ഥനാ വാരമായി ആചരിക്കുമ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം YMCAയും YWCAയും സംയുക്തമായി നമുക്ക് ഒരുമിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുവാനും കൂട്ടായ്മ ആചരിക്കുവാനും പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് കഴിഞ്ഞ 6 ദിവസങ്ങളിലായി 6 പ്രഭാഷണങ്ങൾ കേൾക്കുവാനും സർവശക്തനായ ദൈവം നമുക്ക് ഇടയാക്കി ദൈവത്തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് സമാപന സന്ധ്യയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം YWCA അംഗങ്ങൾ അവതരിപ്പിക്കുന്ന പ്രാർത്ഥനാ ഗാനത്തോടുകൂടി ഇന്നത്തെ പരിപാടികൾക്ക് തിരശ്ശീല ഉയരുന്നു. യഹോവയാം ദൈവമേ അങ്ങേക്ക് സ്തോത്രം, ദേവാദി ദൈവമേ അങ്ങേക്ക് സ്തോത്രം, കർത്താവേ കർത്താവേ അങ്ങേക്ക് സ്തോത്രം, മഹാത്ഭുതം ചെയ്വോനെ അങ്ങേക്ക് സ്തോത്രം, കർത്താവേ കർത്താവേ അങ്ങേക്ക് സ്തോത്രം, മഹാത്ഭുതം ചെയ്വോനെ അങ്ങേക്ക് സ്തോത്രം, യഹോവയാം ദൈവമേ അങ്ങേക്ക് സ്തോത്രം, ദേവാദി ദൈവമേ അങ്ങേക്ക് സ്തോത്രം. ഗഗനത്തെ നിർമ്മിച്ചോനേ, ഭൂമിയെ ജലത്തിന്മേൽ വീഴ്ചവനേ, ജ്ഞാനത്താൽ ഗഗനത്തെ നിർമ്മിച്ചോനേ, ഭൂമിയെ ജലത്തിന്മേൽ വീഴ്ചവനേ, വലിയ വെളിച്ചങ്ങളെ സൃഷ്ടിച്ചോനേ, ശാശ്വതതയുള്ളോനേ അങ്ങേക്ക് സ്തോത്രം, സ്തോത്രം സ്തോത്രം ആയിരമായി, സ്തോത്രം സ്തോത്രം 10,000-മായി, സ്തോത്രം സ്തോത്രം ആയിരമായി, സ്തോത്രം സ്തോത്രം 10,000-മായി, യഹോവയാം ദൈവമേ അങ്ങേക്ക് സ്തോത്രം, ദേവാദി ദൈവമേ അങ്ങേക്ക് സ്തോത്രം. പകലിൽ വാഴുവാൻ സൂര്യനെയും രാവിൽ വാഴുവാൻ ചന്ദ്രനെയും, പകലിൽ വാഴുവാൻ സൂര്യനെയും രാവിൽ വാഴുവാൻ ചന്ദ്രനെയും, താരാഗണങ്ങളെയും ഉളവാക്കിയോനെ സകല ചരാചര ശില്പിയെ അങ്ങേക്ക് സ്തോത്രം, സ്തോത്രം സ്തോത്രം ആയിരമായി, സ്തോത്രം സ്തോത്രം 10,000-മായി, സ്തോത്രം സ്തോത്രം ആയിരമായി, സ്തോത്രം സ്തോത്രം 10,000-മായി, യഹോവയാം ദൈവമേ അങ്ങേക്ക് സ്തോത്രം, ദേവാദി ദൈവമേ അങ്ങേക്ക് സ്തോത്രം. താഴ്ചയിൽ ഞങ്ങളെ ഓർക്കുന്നോനേ, വൈരി
വഴികളിൽ നിന്നും വിടുവിപ്പോനേ, കാഴ്ചയിൽ ഞങ്ങളെ ഓർക്കുന്നോനേ, വഴികളിൽ നിന്നും വിടുവിപ്പോനേ, സകല ജനങ്ങൾക്കും ഘോഷമേറുന്നോനെ, നിന്നുലകിന്നാഥനെ അങ്ങേക്ക് സ്തോത്രം, 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 ആയിരമായി സ്തോത്രം, സ്തോത്രം, പതിനായിരമായി സ്തോത്രം, സ്തോത്രം, ആയിരമായി സ്തോത്രം, സ്തോത്രം, പതിനായിരമായി. യഹോവയാം ദൈവമേ അങ്ങേക്ക് സ്തോത്രം, ദേവാദിദൈവമേ അങ്ങേക്ക് സ്തോത്രം, കർത്താവേ അങ്ങേക്ക് സ്തോത്രം, മഹാത്ഭുതം ചെയ്വോനെ അങ്ങേക്ക് സ്തോത്രം, കർത്താവേ അങ്ങേക്ക് സ്തോത്രം, മഹാത്ഭുതം ചെയ്വോനെ അങ്ങേക്ക് സ്തോത്രം, യഹോവയാം ദൈവമേ അങ്ങേക്ക് സ്തോത്രം, ദേവാദിദൈവമേ അങ്ങേക്ക് സ്തോത്രം. അതിമനോഹരമായ പ്രാർത്ഥനാ ഗാനത്തിന് YWC അംഗങ്ങളുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം നാലാഞ്ചിറ പാറോട്ടുകോണം റെഡീമർ ലൂഥറൻ ദേവാലയത്തിന്റെ വികാരി ബഹുമാനപ്പെട്ട W. ലിവിങ്സ്റ്റൺ അച്ഛൻ ഈ യോഗത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തെമ്പാടുമുള്ള YMCA YWCയോടൊപ്പം ഞങ്ങൾക്കും ഈ ഒരാഴ്ചക്കാലം പ്രാർത്ഥനാവാരമായി ആചരിക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ്, ഈ ഒരു വാരത്തെ വാരത്തിന്റെ അവസാന ദിവസമായി ഇന്ന് ഞങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവശബ്ദം കേൾക്കുവാനുമായി അങ്ങ് ഞങ്ങളെ സഹായിച്ചിരിക്കുന്ന കൃപയ്ക്ക് സ്തോത്രം. ദൈവമായ കർത്താവെ, ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കേട്ട വചനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. അത് അറിയിച്ച് അവിടുത്തെ ദാസന്മാർക്കായിട്ട് നന്ദി. ദൈവമായ കർത്താവ്, ഇന്ന് വചനം കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ, ഞങ്ങളുടെ ചെവികളെ അവിടുന്ന് തുറക്കണമേ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പുതിയ മാധ്യമത്തിൽ കൂടി ദൈവത്തിന്റെ വചനം കേൾക്കുവാനും അറിവ് നേടുവാനും തക്കവണ്ണം അങ്ങ് സഹായിച്ചിരിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. ഈ കൊറോണ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ദൈവമായ കർത്താവ്, ഞങ്ങളെ അവിടുന്ന് സംരക്ഷിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വേണ്ടുന്ന നന്മകളും അനുഗ്രഹങ്ങളും ധാരാളമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ യോഗത്തിന് നേതൃത്വം നൽകുന്ന ഇന്ന് പ്രസിഡന്റായിരിക്കുന്ന YMCA പ്രസിഡന്റ് ജെയിംസ് ജോസഫ് സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം, ഏറ്റവും ഭംഗിയായി നിയന്ത്രിക്കുവാനും തക്കവണ്ണം അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷ നടത്തുന്ന റവറൻഡ് ഡോക്ടർ തോമസ് എബ്രാം തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും സഭയും അവിടുന്ന് കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ദൈവവചനം ലഭിക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. YWCയുടെ പ്രസിഡന്റ് ശ്രീമതി നീന തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെയും ധീരമായ നേതൃത്വം ആ പ്രസ്ഥാനത്തിന് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഉഷാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെയിംസ് സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുകയും കാക്കുകയും ചെയ്യണമേ. ദൈവിക കൃപയിൽ ഞങ്ങൾ സൂക്ഷിക്കണമേ. ദയമായ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഏക മനസ്സോടുകൂടി ദൈവത്തിനെ കേൾക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഈ പ്രാർത്ഥനയുടെ ആരംഭമുള്ള അവസാനം വരെയും തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. മാനവമാവും അങ്ങ് മാത്രം സ്വീകരിക്കണം. ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം പരമപിതാവേ. താങ്ക് യു ഡിയർ ലിവിങ്സ്റ്റൺ അച്ഛൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് 7-ാം ദിവസത്തിലെ പ്രത്യേകമായ ചിന്ത സർവൈവൽ ത്രൂ ഹോപ്പ്, അതിജീവനം പ്രത്യാശയിലൂടെ എന്നതാണ്. ഇതോടെ അനുബന്ധിച്ചിട്ടുള്ള വേദഭാഗം വായിക്കുന്നതിന് തിരുവനന്തപുരം YWCയുടെ പ്രസിഡന്റ് മിസസ് നീന തോമസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Kakamo. Today's reading is taken from 2 Kings chapter 4 verses 32 to 37. When Elisha reached the house, there was the boy lying dead on his couch. He went in
shut the door on the two of them, and prayed to the Lord. Then he got on the bed and lay upon the boy, mouth to mouth, eyes to eyes, hands to hands. As he stretched himself out upon him, the boy's body grew warm. Elisha turned away and walked back and forth in the room, and then got on the bed and stretched out upon him once more. The boy sneezed 7 times and opened his eyes. Then Elisha summoned Gehazi and said, "Call the Shunammite." And he did. When she came, he said, "Take your son." She came in, fell at his feet, and bowed to the ground. Then she took her son and went out. Here ends the reading. Thank you, madam. അഭിവന്യ തിരുമേനി, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാന്യരായ YMCA YWCA പ്രസിഡന്റുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ ഇത് തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദൈവത്തെ എത്രമാത്രം മഹത്വപ്പെടുത്തിയാലും മതിയാവുകയില്ല. കാരണം ഈ ഒരു മാധ്യമത്തിലൂടെ കഴിഞ്ഞ 6 ദിവസങ്ങളായി ദൈവത്തിന്റെ വചനം ആവോളം കേൾക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. മുൻപ് ഉണ്ടാകാതെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു പുതിയ രീതിയിലൂടെ അനേകം പേർക്ക് പ്രയോജനമാകുന്ന രീതിയിൽ തിരുവനന്തപുരം YMCAയും YWCAയും ഈ പ്രാർത്ഥനാ വാരത്തിന് നേതൃത്വം കൊടുത്തു എന്നറിയുമ്പോൾ തീർച്ചയായും ദൈവത്തിന് ഒരുപാട് നന്ദി ഈ സമയത്തെ കരയിക്കുവാനായിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ആദ്യമേ തന്നെ അറിയിക്കുന്നു. അതിൻ്റെ ഒപ്പം എല്ലാവരെയും സ്വാഗതം ചെയ്യുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ന് ഈ സമാപന ദിവസത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും വളരെ ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് മുൻ ഹയർ സെക്കൻഡറി ഡയറക്ടറും കേരള യൂണിവേഴ്സിറ്റി പരീക്ഷാ കൺട്രോളറും ആയിരുന്ന, ഔദ്യോഗിക ജീവിതത്തിൽ വളരെ ശക്തമായ വ്യക്തി മുദ്ര പതിപ്പിച്ച, ഇപ്പോൾ തിരുവനന്തപുരം YMCAയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ശ്രീ ജെയിംസ് ജോസഫ് സാർ അവർകളാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഇന്ന് അധ്യക്ഷത വഹിക്കുന്നത് അദ്ദേഹമാണ്. ഈ യോഗത്തിലേക്ക് വളരെ ആദരവോടെ സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇന്ന് മുഖ്യ പ്രഭാഷണം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നത് സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ പ്രിസൈഡിംഗ് ബിഷപ്പ് അഭിവന്യ ഡോക്ടർ തോമസ് എബ്രഹാം തിരുമേനിയാണ്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സമാപന സന്ദേശം നൽകണമെന്ന് ഏതാണ്ട് 1 മാസം മുൻപ് ഞാൻ അഭിവന്യ തിരുമേനിയോട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി അത് എഗ്രി ചെയ്യാനുണ്ടായത്. അഭിവന്യ തിരുമേനിയെ എനിക്ക് പേഴ്സണലായിട്ട് മുൻപ് മുതൽക്ക് തന്നെ അറിയാം. പ്രത്യേകിച്ചും ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ മുൻ വൈസ് പ്രസിഡന്റായും ഇപ്പോൾ അതിൻ്റെ ഓക്സിലറി കമ്മിറ്റി അംഗവുമായി അഭിവന്യ തിരുമനസ് കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ തിരുമനസിനോടൊത്ത് അനേകം വേദികളിലും അനേകം പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടെ ഞാൻ പ്രസ്താവിക്കുകയാണ്. സൗമ്യമായ പെരുമാറ്റം കൊണ്ടും ലളിതമായ ജീവിതം കൊണ്ടും ദൈവവചനത്തിൽ ഊന്നിയുള്ള പ്രഭാഷണങ്ങൾ കൊണ്ടും ഏവരുടെയും ഹൃദയം കവരുന്ന ഒരു തിരുമേനിയാണ് അഭിവന്യ തോമസ് എബ്രഹാം തിരുമേനി. തിരുവനന്തപുരം YMCAയുടെയും YWCAയുടെയും ഒരു പ്രോഗ്രാമിൽ തിരുമേനി ആദ്യമായിട്ടാണ് സംബന്ധിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. തിരുവനന്തപുരത്ത് 2 ഇവാഞ്ചലിക്കൽ ദേവാലയങ്ങളുണ്ട്. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചിന്റെ ആ ദേവാലയങ്ങളുമായിട്ട് YMCA വളരെ നല്ല അടുത്ത ബന്ധത്തിലാണ്. എന്നാൽ ഇന്ന് അവിടെ 2 സ്ഥലങ്ങളിലും ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ് പലർക്കും പങ്കെടുക്കാൻ സാധിക്കാതിരിക്കുന്നത് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൂടി തിരുമനസിനെ അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് മുഖ്യ സന്ദേശം നൽകുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന അഭിവന്യ ബിഷപ്പ് ഡോക്ടർ തോമസ് എബ്രഹാം തിരുമേനിയെ ഏറ്റവും ആദരവോടെ YMCAയുടെയും YWCAയുടെയും പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ടവരെ, YWCA പ്രസിഡന്റ് ശ്രീമതി നീന തോമസ്, YWCA റിലീജിയസ് പ്രോഗ്രാം ചെയർപേഴ്സൺ മിസ്റ്റർ ഷേമ ജോർജ്, YMCAയുടെ സ്പിരിച്വൽ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ ജിമ്മി ജോർജ്, അനേകം വൈദികർ, ലാർസൺ അച്ഛനും ലിവിങ്സ്റ്റൺ അച്ഛനും അലക്സാണ്ടർ അച്ഛനും സുജിത് അച്ഛനും അങ്ങനെ പല അച്ഛന്മാരെയും ഞാൻ കാണുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് YMCA YWCAയുടെ ബോർഡ് അംഗങ്ങൾ, YMCA YWCA അംഗങ്ങൾ, സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.
ഇപ്പോൾ ഈ സമയത്ത് അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ ജെയിംസ് ജോസഫ് അവരുടെ സാദരം ക്ഷണിക്കും. അഭിനന്ദനായ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ തോമസ് എബ്രഹാം തിരുമേനി, YWCAയുടെ പ്രസിഡന്റ് ശ്രീമതി നീന തോമസ്, YMCAയുടെ സ്പിരിച്വൽ പ്രോഗ്രാംസ് കമ്മിറ്റി ചെയർമാൻ ഷെവലിയർ ഡോക്ടർ കോശിയം ജോർജ്, YWCA റിലീജിയസ് പ്രോഗ്രാംസ് ചെയർപേഴ്സൺ ശ്രീമതി ക്ഷേമ ജോർജ്, വന്യ വൈദികരെ, YMCAയിലും YWCAയിലെയും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മറ്റ് സുഹൃത്തുക്കളെ, പ്രാർത്ഥനാ വാരാചരണം സമാപിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത്ര വിജയകരമായ രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ YMCAയിലെയും YWCAയിലെയും പ്രവർത്തകരെ ഹാർദമായി അനുമോദിക്കുന്നതിന് ഞാൻ ഈ അവസരം വിനിയോഗിച്ചുകൊള്ളട്ടെ. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പരിപാടി ആസൂത്രണം ചെയ്യുന്നതിനും ഏറ്റവും അനുയോജ്യരായ പ്രഭാഷകരെ കണ്ടെത്തുന്നതിനും പ്രാർത്ഥനയും മറ്റും യഥാസമയം തയ്യാറാക്കി എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനും എല്ലാം മുൻകൈയെടുത്ത, അതിനെല്ലാം ചുക്കാൻ പിടിച്ച നമ്മുടെ ചെയർമാൻ ശ്രീ ഷെവലിയർ കോശിയം ജോർജും അദ്ദേഹത്തെ സഹായിച്ച ശ്രീമതി നീന തോമസും ശ്രീമതി ക്ഷേമ ജോർജും കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ ജിമ്മി ജോർജും ഒക്കെ വളരെ ഹാർദമായ അഭിനന്ദനം അർഹിക്കുന്നു. ഈ പരിപാടികളുടെ മുഴുവൻ ചുമതലയും ഏറ്റെടുത്തുകൊണ്ട് യാതൊരു പാകപ്പിഴയും ഇല്ലാത്ത വിധത്തിൽ അത് സംഘടിപ്പിച്ച ശ്രീ കോശിയം ജോർജ് തീർച്ചയായും നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ഒരു വലിയ വളരെ അനുമോദനാർഹമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യും. അതുപോലെ തന്നെ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ 7 ദിവസം ഒരാഴ്ച സായാഹ്നങ്ങൾ മാറ്റിവെച്ച് നമ്മോടുകൂടി ഉണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്യുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അതുപോലെ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രഭാഷണങ്ങൾ നടത്തിയ അഭിവന്ദരായ പ്രഭാഷകരെയും ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. നീർച്ചാലിനരികെ നട്ട അത്തിവൃക്ഷം പോലെ സമൃദ്ധമായി ഫലം പുറപ്പെടുവിച്ച ഒരു വാരമാണ് കടന്നു പോകുന്നത്. അർത്ഥപൂർണമായ ആത്മീയതയിലൂടെ അതിജീവന സജ്ജമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിന്, ആ രൂപപ്പെടുത്തിയ സമൂഹത്തിന് എങ്ങനെ പ്രത്യാശയുടെ കിരണങ്ങൾ ലഭ്യമാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു നമ്മൾ ഈ ഒരാഴ്ചക്കാലം പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്. ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ വിശദമായ പ്രഭാഷണങ്ങൾ നമുക്ക് കേൾക്കാൻ ഇടവന്നു. ആ പ്രഭാഷണങ്ങളുടെ എല്ലാം ആകത്തുക എന്ത് എന്ന് വാസ്തവത്തിൽ ആദ്യത്തെ ദിവസം തന്നെ അഭിമന്യനായ കർദിനാൾ തിരുമേനി വ്യക്തമാക്കുകയുണ്ടായി. കാരണം കോവിഡ് നമ്മുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ, നമ്മുടെ ജീവിതത്തെ ഉടച്ചു വാർത്തിട്ടുള്ള ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു മഹാമാരിയുടെ ദൈന്യതയും വേദനയും അനുഭവിക്കുന്ന നമ്മൾ അതിൻ്റെ പേരിൽ നിരാശരായി തീരേണ്ട കാര്യമില്ല. ഇത് ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമാണ്. ഏത് പ്രതിസന്ധിയെയും നേരിടാൻ വേണ്ട ശക്തി നമുക്ക് ദൈവം തീർച്ചയായും പ്രദാനം ചെയ്യും എന്നുള്ള ആ പ്രത്യാശയാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. അതാണ് നമ്മളുടെ ബുദ്ധിയെയും യുക്തിയെയും വാസ്തവത്തിൽ നിയന്ത്രിക്കേണ്ടത് എന്ന് അദ്ദേഹം അന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ആ ഒരു ഊന്നലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ 6 ദിവസങ്ങളിൽ കഴിഞ്ഞ 6 ദിവസങ്ങളിൽ ചർച്ചകൾ നടത്തുകയും പ്രഭാഷണങ്ങൾ കേൾക്കുകയും ചെയ്തു. ഈ പ്രഭാഷണങ്ങളുടെ എല്ലാം സമാപനമാകുമ്പോൾ നമ്മൾ തീർച്ചയായും ആലോചിച്ചു പോകുന്ന ഒരു വിഷയമുണ്ട്. എന്താണ് നമ്മൾ ഒടുവിൽ വീട്ടിൽ കൊണ്ടുപോകുന്നത്? ഇതെല്ലാം കഴിഞ്ഞാൽ ഈ ചർച്ചകളുടെ അവസാനം എന്താണ്? എവിടെയാണ് ഇത് അവസാനിക്കുന്നത്? എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ഒരു ശക്തമായ മെസ്സേജ്, ഒരു ശക്തമായ സന്ദേശം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രഭാഷണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ഒരു ആത്മശോധനയ്ക്ക് നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മളുടെ മനസ്സിലേക്ക് ഒരു ടോർച്ചടിച്ച് എവിടെ നമ്മൾ നിൽക്കുന്നു, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു സമൂഹം എന്നുള്ള നിലയിൽ, ഒരു സഭ എന്നുള്ള നിലയിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ഒന്ന് വിലയിരുത്തുന്നതിനുള്ള അവസരം കോവിഡ് നമുക്ക് തന്നിരിക്കുന്നു എന്ന് മിക്കവാറും എല്ലാ പ്രഭാഷകരും തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ സ്പിരിച്വാലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു വിചിന്തനത്തിന് തയ്യാറാകുന്നത്. ആ സ്പിരിച്വാലിറ്റി പ്രാക്ടീസിങ് സ്പിരിച്വാലിറ്റി ആണോ അതോ പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റി ആണോ എന്നുള്ളതിനെക്കുറിച്ച് വാസ്തവത്തിൽ ജസ്റ്റിസ് കുര്യൻ ജോസഫ് അന്ന് ഒരു ചോദ്യം ഉന്നയിച്ചത് തീർത്തും പ്രസക്തമായ ഒന്നായിരുന്നു. ഈ സ്പിരിച്വാലിറ്റിയുടെ കേന്ദ്ര ബിന്ദു ക്രിസ്തു തന്നെയാണോ അതോ നമ്മൾ കോംപ്രമൈസസ്, വിട്ടുവീഴ്ചകൾക്കും പലതരത്തിലുള്ള
കോംപ്രമൈസസിന് നമ്മൾ തയ്യാറാവുകയാണോ ചെയ്യുന്നത്, അതോ തീർത്തും ആത്മീയമായിട്ടുള്ള ഒരു ഉണർവിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള സമീപനമാണോ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് നമ്മുടെ ആത്മീയതയിൽ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. മഹാത്മാഗാന്ധി ഒരിക്കൽ പറയുകയുണ്ടായി, ഭഗവത്ഗീത എൻ്റെ കയ്യിൽ ഇല്ല എങ്കിൽ പോലും മലയിലെ പ്രസംഗം എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ട് സന്തോഷമായി ജീവിച്ചു കൊള്ളാം എന്ന്. പക്ഷെ വേറൊരു അവസരത്തിൽ അദ്ദേഹം എഴുതി, ക്രിസ്തുവിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷേ ഈ ക്രിസ്ത്യാനികളെ എനിക്ക് അത്ര പഥ്യമല്ല എന്ന്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മുടെ ഹൈന്ദവ മുസ്ലിം സഹോദരന്മാർക്കും ഈ അഭിപ്രായം തന്നെയാണോ ഉള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ക്രിസ്ത്യാനിയെ ഇഷ്ടമാണോ ക്രിസ്തുവിനെ ഇഷ്ടമാണോ എന്നുള്ള ആ ചോദ്യം വളരെ പ്രസക്തമായ ഒന്നാണ്. ഇഷ്ടമാകുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ്? അവർ ക്രിസ്തുവിനെ ഇഷ്ടമാണെങ്കിൽ ക്രിസ്തുവിനെ നമ്മളിൽ അവർ കാണാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാവണം അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാതെ വരുന്നത്. അപ്പോൾ നമ്മളുടെ സ്പിരിച്വാലിറ്റിയുടെ ആകത്തുക നമ്മളിൽ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മറ്റുള്ളവരെ സഹായിക്കുന്ന തരത്തിലുള്ള ചിന്തയും പ്രവൃത്തിയും നമ്മളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ സ്പിരിച്വാലിറ്റി വാസ്തവത്തിൽ നമ്മളുടെ സഹോദരനെ, നമ്മുടെ അയൽക്കാരനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒന്നാണ് എന്ന് വളരെ വ്യക്തമായി ബൈബിൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിന്റെ സഹോദരൻ എവിടെ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ കായൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, ഞാൻ സഹോദരന്റെ കാവൽക്കാരനാണോ? അപ്പോൾ കർത്താവ് മറുപടി പറഞ്ഞു, നിന്റെ സഹോദരന്റെ രക്തം ഈ മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഏത് കോവിഡിനേക്കാളും വലിയ ദുരന്തം ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്, ലോകത്തിൽ സംഭവിച്ചിട്ടുള്ളത്, ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഈ വാക്യം തന്നെ. മണ്ണിൽ നിന്ന് വിളിച്ച് കരയുന്നു, നിന്റെ സഹോദരന് നീ കാവൽക്കാരനാണോ? ഈ ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒന്ന്. ഇത് നമുക്ക് ഈ പ്രാർത്ഥനാ വാരം നൽകുന്ന ഒരു സന്ദേശമാണ് എന്ന് ഞാൻ കരുതുന്നു. ഈ വാരാചരണം ചില വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ ഉയർത്തിയിട്ടുണ്ട്. 4 വെല്ലുവിളികൾ ഈ വാരാചരണം ഉയർത്തുന്നു എന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, പല പ്രഭാഷകരും ചൂണ്ടിക്കാണിച്ചതുപോലെ യുവജനങ്ങളുമായി നമുക്കുള്ള കമ്മ്യൂണിക്കേഷൻ, നമുക്കുള്ള ബന്ധം, അവിടെ ഉണ്ടായിട്ടുള്ള ഡിസ്കണക്ട്. എന്തുകൊണ്ട് അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാകുന്നില്ല, നമ്മുടെ ഭാഷ അവർക്ക് മനസ്സിലാകുന്നില്ല. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു 70% യുവാക്കളും ചർച്ചിൽ നിന്ന്, സഭയിൽ നിന്ന് അകന്നു കഴിയുന്നു എന്ന്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അവരെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തുകൂടാ? YMCA, YWCA പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്കും ഇത് ബാധകമാണ്. നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ യുവാക്കളുടെ സാന്നിധ്യം കുറഞ്ഞു വരികയാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു, അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഈ വാരാചരണം ഉയർത്തുന്ന ഒന്നാമത്തെ വെല്ലുവിളി എന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത്തെ വെല്ലുവിളി, പ്രാർത്ഥനയുടെ ഒരു ജീവിതം, പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിത ശൈലി, അത് സ്വീകരിക്കാൻ ഈ കോവിഡ് കാലത്ത് നമുക്ക് സാധിക്കുന്നുണ്ടോ, ഇപ്പോഴെങ്കിലും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രാർത്ഥനയിലേക്ക് ജീവിതത്തെ മടക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഗെത്സമേനിയിൽ പ്രാർത്ഥിക്കാൻ പോയ ക്രിസ്തു ഉറങ്ങിപ്പോയ സബദി സഹോദരന്മാരെയും പത്രോസിനെയും കണ്ടപ്പോൾ അവരോട് പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന്. 3 തവണ അവർ ബലഹീനരായിപ്പോയി. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന് അവരോട് പറഞ്ഞ അതേ വാക്യം ഈ കാലയളവിൽ ക്രിസ്തു വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും സഭയിലുമൊക്കെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതശൈലി സ്വീകരിക്കുന്നതിനുള്ള വെല്ലുവിളി ഈ പ്രാർത്ഥനാ വാരത്തിൽ ഉൾക്കൊള്ളുന്നു എന്നാണ് ഈ കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ ഒരു വെല്ലുവിളി, നമ്മളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയെ പുലർത്താൻ ശ്രമിക്കേണ്ടത്, അതിനെ വളർത്താൻ ശ്രമിക്കേണ്ടത്. ഈ ചർച്ചാ വിഷയത്തിന്റെ ഊന്നൽ തന്നെ പ്രത്യാശയിലാണ്. അപ്പോൾ ഈ പ്രത്യാശയുടെ ഒരു മനസ്സ്, പ്രത്യാശയുടെ ഒരു പരിമളം നമ്മുടെ വിശ്വാസത്തിന് ചുറ്റും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്, നമ്മുടെ സ്പിരിച്വാലിറ്റിക്ക് അർത്ഥമുണ്ടാകുന്നത്. അങ്ങനെയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള പ്രത്യാശാപൂർണമായ ഒരു മൈൻഡ് സെറ്റ്, ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമോ? ഈ ദുരിതങ്ങളുടെയും ദൈന്യതയുടെയും ഇടയിൽ, ആശങ്കകളുടെ ഇടയിൽ, രോഗത്തിനെ കുറിച്ചുള്ള ഭീതിയുടെ ഇടയിൽ, മൃത്യുഭീതിയുടെ ഇടയിൽ നമുക്ക് പ്രത്യാശ എങ്ങനെ കൈക്കലാക്കാൻ സാധിക്കും, എങ്ങനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ നേരിടുന്ന മൂന്നാമത്തെ വെല്ലുവിളി എന്ന് ഞാൻ കരുതുന്നു. അവസാനമായി, ഈ
പ്രഭാഷണങ്ങളിലെല്ലാം മുഴച്ചു നിന്ന ഒരു കാര്യം. ഇൻജസ്റ്റിസസ്, അടിമത്തം, അസമത്വം, അനീതി ഇതൊക്കെ ഉണ്ടാകുമ്പോൾ കണ്ണടച്ച് അതിനെ പിന്തിരിഞ്ഞു നിൽക്കുന്ന, പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം നമ്മൾ സ്വീകരിക്കുന്നില്ലേ? ഈ അനീതി ഉണ്ടാകുമ്പോൾ, ഇങ്ങനൊരു അസമത്വം കാണുമ്പോൾ ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു എന്ന ചോദ്യം നമ്മൾ നമ്മളോട് സ്വയം ചോദിക്കുകയും ക്രിസ്തു എന്ത് ചെയ്യുമായിരുന്നു, അത് ചെയ്യുവാൻ ഞാൻ തയ്യാറാവണം എന്നുള്ള ബോധം നമ്മളെ നയിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ വാരം നമുക്ക് നൽകുന്ന മെസ്സേജ്. മനോജ് എബ്രഹാം പറഞ്ഞപ്പോൾ അത് വളരെ വ്യക്തമായി പറഞ്ഞു. ഈ അനീതികൾക്കെതിരെയും അസമത്വങ്ങൾക്കെതിരെയും പടപൊരുതുന്ന പാവങ്ങളായ, നിസ്സഹായരായ, ദൈന്യതയാർന്ന ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങാകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എങ്ങനെ അവരുടെ ഇടയിൽ ഈ മൂല്യബോധത്തിൻ്റെ ഒരു കിരണം വീശിക്കൊടുക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട, നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയം എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പ്രതികരണത്തിനുള്ള നമ്മളുടെ ശേഷി കുറയുകയോ നഷ്ടപ്പെടുകയോ ചെയ്ത് ഒരുതരം മരവിപ്പ് നമ്മളെ ബാധിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെ ഉണർത്തുവാൻ ഈ പ്രാർത്ഥനാ വാരം സഹായകമാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കഴിഞ്ഞ ദിവസം ഫാദർ റെജി മാത്യു സംസാരിച്ചപ്പോൾ സ്ത്രീകൾക്ക് ഈ സമൂഹത്തെ വീണ്ടും തുന്നിച്ചേർക്കുന്നതിൽ, കൂട്ടിച്ചേർക്കുന്നതിൽ, വീണ്ടും നെയ്തെടുക്കുന്നതിനുള്ള പങ്കിനെ കുറിച്ച് പറയുകയുണ്ടായി. പക്ഷെ സ്ത്രീകൾ എന്ത് അവസ്ഥയിലാണ്? സ്ത്രീകളോടുള്ള നമ്മുടെ സമീപനം എന്താണ്? സമൂഹത്തിന്റെ സമീപനം എന്താണ്? കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്താണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് അച്ഛൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് രാത്രിയിൽ ന്യൂസ് വെച്ചപ്പോൾ നമ്മൾ കേൾക്കുന്ന ന്യൂസ് 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അവരുടെ അച്ഛൻ ഗർഭിണിയാക്കി എന്നുള്ളത് വേദനാജനകം. അതിനേക്കാൾ ബീഭത്സമായ ഒന്ന്, അതിൻ്റെ ഉത്തരവാദിത്വം ബന്ധുവായ 10ാം ക്ലാസ്സുകാരുടെ തലയിൽ കെട്ടുവയ്ക്കാൻ ആ മനുഷ്യൻ ശ്രമിക്കുന്നില്ല. ഒരു വർഷം മുമ്പ് നമ്മൾ കേട്ടു, ഒരു വൈദികൻ ഒരു പെൺകുട്ടിയെ ഇതുപോലെ ഗർഭിണിയാക്കിയിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ തലയിൽ തന്നെ കെട്ടിവെക്കാൻ ശ്രമിച്ചു. എങ്ങോട്ടാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചകങ്ങളാണ് ഇതെല്ലാം. സ്ത്രീക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥാനം എന്ത്? കുഞ്ഞുങ്ങളെ ഏതെല്ലാം തരത്തിൽ നമ്മൾ പീഡിപ്പിക്കുന്നു? ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നമ്മൾ മരവിച്ചിരിക്കുകയാണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ഇതെല്ലാം കണ്ടും കേട്ടും ചിരിച്ചും നമ്മളതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. ഈ മനസ്സ് ഉചിതമാണോ? ഒരു ക്രിസ്ത്യാനിക്ക് ഉചിതമാണോ എന്ന ചോദ്യം ഈ പ്രാർത്ഥനാവാരം ഉയർത്തുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാണോ? ഈ വെല്ലുവിളികൾക്കുള്ള ഉത്തരം കൊടുക്കുവാൻ നമ്മൾ തയ്യാറാണോ? ഇതാണ് ഈ പ്രാർത്ഥനാവാരം ഉയർത്തുന്ന ചോദ്യം എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ പ്രാർത്ഥനാവാരത്തിൻ്റെ സത്ഫലങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുവാൻ ഇടയാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രയോജനങ്ങൾ പ്രതിഫലിക്കുവാൻ ഇടയാകട്ടെ. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സഹകരണത്തിനും നിങ്ങളുടെ സാന്നിധ്യത്തിനും എൻ്റെ പ്രസിഡന്റിന്റെ പേരിൽ, YMCA പ്രസിഡന്റ് എന്ന നിലയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. പ്രിയപ്പെട്ടവരെ, അധ്യക്ഷ പ്രസംഗത്തിലൂടെ ഉയർത്തപ്പെട്ട 4 വെല്ലുവിളികളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഡിയർ YMCA പ്രസിഡന്റ്. നാം സമാപന സന്ദേശത്തിനായി കാതോർക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെയായിട്ടിരിക്കാം. ഇന്നത്തെ മുഖ്യ പ്രഭാഷണവും സമാപന സന്ദേശവും ഈ പ്രാർത്ഥനാ വാരത്തിന്റെ സമാപന സന്ദേശവും നൽകി അനുഗ്രഹിക്കുവാൻ അഭിവന്യ ഡോക്ടർ തോമസ് എബ്രഹാം ബിഷപ്പിനെ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. YMCA YWCAയുടെ സംയുക്തമായിട്ടുള്ള പ്രാർത്ഥനാ വാരത്തിൻ്റെ ഈ സമാപന രാത്രിയിൽ നിങ്ങളോടുകൂടെ ആയിരിക്കുന്നതിലും ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാനോ അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവനന്തപുരം YMCAയുടെ ആദരണീയനായ പ്രസിഡന്റ് ജെയിംസ് ജോസഫ് സാർ എന്നോട് ഈ കഴിഞ്ഞ ദിവസം വളരെ ഹൃദ്യമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെ സൂമിൽ കൂടെ നേരിട്ട് കാണുവാനും ഫോണിൽ അദ്ദേഹത്തോട് സംസാരിക്കുവാനും എനിക്ക് അവസരം കിട്ടി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. YMCAയുടെ സെക്രട്ടറി ശ്രീ ഷാജി ജെയിംസിനും സ്പിരിച്വൽ പ്രോഗ്രാംസ് കമ്മിറ്റി കൺവീനർ ഷെവലിയർ ഡോക്ടർ കോശിയം ജോർജ് സാറിനും YWCA പ്രസിഡന്റ് ശ്രീമതി നീന തോമസിനും സെക്രട്ടറി ലെറ്റി മാത്യു ജോണിനും റിലീജിയസ് പ്രോഗ്രാംസ് ചെയർപേഴ്സൺ ഷേമ ജോർജിനും YWCAയുടെ എല്ലാ ഭാരവാഹികൾക്കും
ഇന്ന് ഈ സൂം മീറ്റിങ്ങിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകാൽ വൈദികർക്കും കർത്താവിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ സമാപന മീറ്റിങ്ങിൽ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതിന് ചില നാളുകൾക്ക് മുമ്പ് ഷെവലിയാർ ഡോക്ടർ കോശിയം ജോർജ് സാർ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാനത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. കാരണം ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറിയുടെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ധാരാളം അവസരങ്ങൾ ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിലുള്ള ആത്മാർത്ഥതയും ദൈവജനത്തോടുള്ള സ്നേഹവും ദൈവവചനത്തോടുള്ള താല്പര്യവും ഒക്കെ എന്നെ ആകർഷിക്കുകയും അദ്ദേഹം ക്ഷണിച്ചപ്പോൾ ഞാനൊരു വിസമ്മതവും ഇല്ലാതെ ഇത് ക്രമീകരിക്കാം എന്ന് പറഞ്ഞ് ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങൾ പ്രഗത്ഭന്മാരായ ദൈവദാസന്മാരിൽ കൂടെ നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പ്രത്യാശ കിരണങ്ങൾ, റേസ് ഓഫ് ഹോപ്പ്, ക്രിയേറ്റിംഗ് റെസിലിയന്റ് കമ്മ്യൂണിറ്റീസ് ത്രൂ പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റി, അർത്ഥവത്തായ ആത്മീയതയിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന അതിജീവന സമൂഹങ്ങൾ എന്നുള്ള വളരെ അനുഗ്രഹമായുള്ള ചിന്താവിഷയമാണല്ലോ നമുക്കുള്ളത്. എത്രയും ബഹുമാന്യനായ കർദിനാൾ ആലഞ്ചേരി പിതാവ് ഈ പ്രാർത്ഥനാ വാരം ഉദ്ഘാടനം ചെയ്യുകയും പ്രശസ്തന്മാരായ ദേവദാസന്മാർ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മോട് സംസാരിക്കുകയും ചെയ്തു. വളരെ പ്രസക്തമായ ഒരു ചോദ്യം അധ്യക്ഷ പ്രസംഗത്തിൽ പ്രിയപ്പെട്ട ജെയിംസ് ജോസഫ് സാർ ഉന്നയിച്ചല്ലോ. ഈ പ്രാർത്ഥനാ വാരത്തിൻ്റെ സമാപനത്തിൽ നമ്മുടെ ആത്മീയതയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? അർത്ഥവത്തായിട്ടുള്ള ഒരു ആത്മീയത നമ്മളിൽ ഉളവാകുന്നുണ്ടോ? നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വാട്ട് ഡു വി ടേക്ക് അവേ? എല്ലാം തീരുമ്പോൾ നമ്മൾ എന്താണ് കൊണ്ടുപോകുന്നത്? നമുക്ക് എന്താണ് ഉള്ളത്? എന്ത് മാറ്റമാണ് വരുന്നത്? സമൂഹത്തിൽ എന്ത് മാറ്റം ആയിട്ടാണ് നമുക്ക് കഴിയുന്നത്? ഈ ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കേണ്ട ഒരവസരം കൂടിയാണ് ഈ സമാപന സമയം. YMCA ആരംഭവും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ആഗോള വ്യാപകമായി ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളും ഏറ്റവും പ്രശംസനീയമാണ്. 176 വർഷങ്ങൾക്ക് മുമ്പ് 1844 ജൂൺ 6-ാം തീയതി ലണ്ടൻ പട്ടണത്തിലെ തൻ്റെ 11 സ്നേഹിതരോട് ചേർന്ന് സർ ജോർജ് വില്യംസ് ആരംഭിച്ചതായിട്ടുള്ള ഒരു പ്രസ്ഥാനം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണർത്തിയ വെല്ലുവിളികളെ നേരിടുന്നതിനും ക്രിസ്തീയ ആത്മീയതയിൽ ക്രൈസ്തവ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും വ്യക്തിത്വ വികസനത്തിനും ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ചതായിട്ടുള്ള പ്രവർത്തനം സമൂഹത്തിൽ എന്തെല്ലാം ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നോ, മാറ്റങ്ങൾ വരുന്നോ, അതിനോട് ക്രിസ്തീയമായി പ്രതികരിക്കുക എന്നുള്ളതാണല്ലോ YMCA ഉദ്ദേശം. എംപവറിംഗ് യങ് പീപ്പിൾ, യൗവനക്കാരെയൊക്കെയും ശാക്തീകരിക്കുക. മാത്രമല്ല YMCA വിഷൻ സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, YMCA aims to put Christian principles into practice by developing a healthy body, mind and spirit. നമ്മുടെ ട്രയാങ്കിൾ കാണിക്കുന്ന അതാണല്ലോ, ഹെൽത്തി ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ജീവിതത്തിൻ്റെ ഉദ്ദേശത്തെയും പ്രയോജനാത്മകതയെയും കുറിച്ച് സർ ജോർജ് വില്യംസ് നന്നായി ചിന്തിച്ചിരുന്നു. പർപ്പസ് ആൻഡ് യൂസ്ഫുൾനെസ് ഓഫ് ലൈഫ്. ഓരോ വ്യക്തിയുടെയും ജീവിതം പ്രയോജനകരമായിരിക്കണം, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് ചെല്ലണം. ഇത് സർ ജോർജ് വില്യംസിൻ്റെ വലിയ താല്പര്യമായിരുന്നു. ഈ കഴിഞ്ഞ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു വളരെ സന്തോഷകരമായൊരു കാര്യം, ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ സർ ജോർജ് വില്യംസിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആണ്. കാരണം അനുഗ്രഹകരമായിട്ടുള്ള ഒരു ആത്മീയതയുടെ പശ്ചാത്തലത്തിൽ ഉളവാകുന്നതായിട്ടുള്ള ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതകളാണ് അതൊക്കെ. 120 രാജ്യങ്ങളിലായി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ചാരിറ്റി എന്ന നിലയിലാണ് YMCA പ്രവർത്തിച്ചു വരുന്നത്. 90,000 സ്റ്റാഫും 10 ലക്ഷം വോളണ്ടിയേഴ്സും 64 മില്യൺ ബെനിഫിഷ്യറീസും എല്ലാം YMCAക്ക് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ എത്രയോ അനുഗ്രഹമാണ്. YWCA അതുപോലെ തന്നെയാണല്ലോ. MR റോബർട്ട്സ് എന്ന് പറയുന്ന ശ്രേഷ്ഠ വനിത 1855 ആരംഭിച്ചതായിട്ടുള്ള ഒരു പ്രവർത്തനം 1877 2 ഗ്രൂപ്പുകൾ ഒരുമിച്ച് ചേർന്ന് YWCA ആഗോള YWCA ആയിട്ട് പ്രവർത്തിച്ചു വരികയാണല്ലോ. എല്ലാ വർഷവും ഈ പ്രാർത്ഥനാ വാരത്തിൽ YMCA YWCA സംയുക്തമായി നടത്തുന്ന പ്രാർത്ഥനാ വാരം
വളരെ അനുഗ്രഹകരമായിട്ടുള്ള ഒരു ശുശ്രൂഷ തന്നെയാണ്. കാരണം അത് പങ്കെടുക്കുന്നവരുടെയൊക്കെ ആത്മീയതയെ സ്പർശിക്കുന്ന തരത്തിലുള്ള ഒരു പ്രാർത്ഥനാ വാരമാണല്ലോ ഉള്ളത്. ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിച്ച ഒരു അതിസൂക്ഷ്മ വൈറസ് ഉളവാക്കിയ ഒരു സ്തംഭനാവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ പ്രാർത്ഥനാ വാരം നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചിന്താവിഷയം തന്നെ നമുക്കുള്ളത്. ക്രിയേറ്റിംഗ് റെസിലിയന്റ് കമ്മ്യൂണിറ്റീസ് ത്രൂ പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റി. അതിജീവന സമൂഹങ്ങളെ സൃഷ്ടിക്കുക പ്രായോഗിക ആത്മീയതയിൽ കൂടെ. ഒരു വലിയ മഹാമാരിയെ സമൂഹം നേരിടുമ്പോൾ അതിനോടുള്ള ക്രൈസ്തവ സമീപനം എന്താണ്? ക്രൈസ്തവരായ നമുക്ക് എങ്ങനെ അതിനോട് പ്രതികരിക്കാനായിട്ട് കഴിയുന്നു? അർത്ഥവത്തായ ആത്മീയത ഓരോ ക്രൈസ്തവരിലും ഒരുക്കുവാൻ കഴിയുന്നുണ്ടോ? ഈ ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യങ്ങൾ. ഈ കാര്യം പ്രിയപ്പെട്ട ജെയിംസ് ജോസഫ് സാർ വളരെ വ്യക്തമായിട്ട് നമ്മോട് പറഞ്ഞല്ലോ. ഉയർത്തുന്ന 4 വെല്ലുവിളികൾ. നമ്മൾ സമാപന ദിവസത്തിലാണ് പ്രാർത്ഥനാ വാരത്തിന്റെ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കേട്ടതായിട്ടുള്ള ചിന്തകളെ ക്രോഡീകരിച്ച് നമുക്ക് നമ്മുടെ ആത്മീയതയെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉള്ളൊരു തീരുമാനത്തോടെയാണ് തീർച്ചയായിട്ടും പ്രാർത്ഥനാ വാരം സമാപിക്കേണ്ടത്. അതിന് നമുക്ക് ഇന്നത്തെ ചിന്തകളും പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രശ്ന സങ്കീർണതകളുടെയും നിരാശയുടെയും മധ്യത്തിൽ എങ്ങനെ നാം പ്രതികരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിന്റെ 8 മുതൽ 37 വരെയുള്ള വേദഭാഗങ്ങളിൽ ഉള്ളതായിട്ടുള്ള സംഭവം എലീശ പ്രവാചകന്റെ അടുത്തേക്ക് വരുന്നതായിട്ടുള്ള ശൂനേമിലെ ധനികയായ ഒരു സ്ത്രീയുടെ കാര്യമാണ്. അവർക്ക് മക്കളില്ലായിരുന്നു. ഒരു മകനെ ലഭിക്കുന്നു. എന്നാൽ ആ മകൻ പെട്ടെന്ന് മരിക്കുന്നു. അവൾ പ്രവാചകന്റെ അടുത്ത് വരുന്നു. പ്രവാചകൻ അവൾ ഭവനത്തിലേക്ക് ചെല്ലുന്നു. ബാലനെ സൗഖ്യമാക്കുന്നു, അല്ലെ ജീവനിലേക്ക് മടക്കി വരുത്തുന്നു. ഒരു വലിയ പ്രശ്നത്തെ നേരിടുന്നതായിട്ടുള്ള അനുഭവമാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്നാൽ ആ വേദഭാഗം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പുതിയ നിയമത്തിലെ ഒരു വേദഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി വിവരിക്കുന്ന ഒരു സംഭവം, സർവൈവൽ ത്രൂ ഹോപ്പ്, അതിജീവനം പ്രത്യാശയിലൂടെ എന്നുള്ള ചിന്തയെ വളരെ കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു വേദഭാഗമാണ്. ആ വേദഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ റോമിലേക്കുള്ള യാത്രയെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗമാണ്. അർദ്ധരാത്രിയിൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ അഡ്രിയാറ്റിക് കടലിൽ സൈപ്രസ് ദ്വീപിനെ ചുറ്റി ഇറ്റലിയിലെ റോമിലേക്ക് പോകുന്ന ഒരു അലക്സാണ്ട്രിയൻ പായ്ക്കപ്പലിൽ യാത്ര ചെയ്യുന്ന അപ്പസ്തോലനും കൂട്ടരും ഒരു വലിയ കപ്പൽ ഛേദത്തിൽ അകപ്പെടുന്നു. ആ പായ്ക്കപ്പല് കൊടുങ്കാറ്റിലകപ്പെട്ട് നടുക്കടലിൽ മുങ്ങിത്താഴാൻ പോകുമ്പോൾ എല്ലാ യാത്രക്കാരൻ്റെയും സർവ്വ ആശകളും നശിക്കുന്നു. എന്നാൽ അതിനെ പ്രത്യാശയോടെ അതിജീവിക്കുന്ന അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിനെ നാം കാണുന്നു. എല്ലാ ആശയം നശിച്ചപ്പോൾ അതിജീവനത്തിന്റെ പ്രത്യാശയുടെ ഒരു മനോഭാവം അപ്പോസ്തലനിൽ നമ്മൾ കാണുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ കപ്പൽ ഛേദത്തിൽ അതിൽ തിളങ്ങി നിൽക്കുന്നത് പ്രത്യാശയുടെ കിരണങ്ങളാണ്. നമ്മളവിടെ വായിക്കുന്നത്, ജൂലിയസ് എന്ന റോമൻ ശതാധിപന്റെ ചുമതലയിൽ തടവിനും വിചാരണയ്ക്കുമുള്ള 276 ആളുകളെയും കൊണ്ട് റോമിലേക്ക് പോകുന്ന കപ്പലാണ് കപ്പൽ ഛേദത്തിൽ പെടുന്നത്. മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ ഭീകരനായ നോർത്ത് ഈസ്റ്റർ, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ വായിക്കുന്ന ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റ് അടിക്കുന്നതിന്റെ ഫലമായിട്ട് ഈ കപ്പൽ ഛേദത്തിൽ അകപ്പെടുന്നു. 27-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ട് ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. വലിയ പ്രതിസന്ധിയിലാകുന്നതായിട്ടുള്ള ഒരു സമയം, വലിയ പ്രയാസം. എന്നാൽ ഇത് പിന്നീട് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ വിശ്വാസത്തോടുകൂടി അതിജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. വിശ്വാസത്തോടുകൂടിയുള്ള അതിജീവനം നമ്മളവിടെ കാണുന്നു. ഈ കപ്പൽ ഛേദത്തിന്റെ വിവരണത്തിൽ നിന്നും അതിജീവനത്തിന്റെ 5 പാഠങ്ങൾ ഞാൻ വളരെ വേഗത്തിൽ നമ്മുടെ സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പറയട്ടെ. അതിജീവനത്തിന്റെ 5 പാഠങ്ങൾ. ഒന്നാമതായിട്ട്, സ്റ്റോംസ് ക്യാൻ ഹാപ്പൻ എനി ടൈം. കൊടുങ്കാറ്റുകൾ വരുന്നത് മുന്നറിയിപ്പ് തന്നിട്ടൊന്നും അല്ല. വളരെ വേഗത്തിൽ കൊടുങ്കാറ്റുകൾ ഉണ്ടാവും, കൊടുങ്കാറ്റുകൾ വരാം. 2020 വർഷം നമ്മളൊക്കെ ആരംഭിച്ചത് വളരെ പ്രതീക്ഷകളോടെയാണ്. ജനുവരി മാസം 11-ാം തീയതി ചൈനയിലെ വുഹാനിൽ ഒരു പ്രത്യേകതരം വൈറസ് ബാധയിൽ ഒരാൾ മരിച്ചു എന്നുള്ള വാർത്ത നമ്മളാരും അധികം ശ്രദ്ധിച്ചില്ല.
കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന നിലയിൽ ഇവിടുന്ന് വുഹാനിൽ പഠിക്കാൻ പോയ 3 കുട്ടികൾക്ക് കൊറോണ വൈറസ് 19 എന്ന് പറയുന്ന രോഗം ബാധിച്ചു എന്ന് കേട്ടപ്പോൾ നമ്മൾ അല്പം ഒരു പ്രയാസം ഉണ്ടായി. അവർ നാട്ടിലേക്ക് വരുന്നു, അവർ ഐസൊലേഷനിൽ പോകുന്നു, അവര് നേരത്തെ ഉണ്ടായ ഏതെങ്കിലും ഒരു വൈറസ് പോലെ ഇത് ചികിത്സിച്ച് ഭേദമാകും, പെട്ടെന്ന് ഇത് അവസാനിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. എന്നാൽ ഇന്ന് ലോകത്തിൽ 500 ലക്ഷം ആളുകൾ, അല്ലെ 5 കോടിയിലധികം ആളുകളെ ബാധിച്ചിരിക്കുന്നു. അതിൽ 12 ലക്ഷം ആളുകൾ മരിച്ചു. പിന്നെയും ഒരു നിയന്ത്രണമില്ലാതെ വൈറസിന്റെ വ്യാപനം പിന്നെയും തുടരുന്നതായിട്ടുള്ള ഒരു അനുഭവം. ഇത് വളരെ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു കൊടുങ്കാറ്റാണ്, വളരെ ഞെട്ടൽ ഉളവാക്കുന്നു. ഈ വൈറസ് ഉളവാക്കിയ സാമ്പത്തിക മാന്ദ്യവും ഒക്കെ ഞാനിവിടെ വിവരിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നു എന്ന് പറയുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടവർ അനേകരാണ്, ശമ്പളം വെട്ടിക്കുറയ്ക്കപ്പെട്ടവർ അനേകരാണ്. ഇതുമൂലം ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ ഒത്തിരിയുണ്ട്. വലിയ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു വലിയ കൊടുങ്കാറ്റ്, കപ്പൽ മുങ്ങിപ്പോകുന്ന അനുഭവം, ഇതുപോലെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ എവിടെയും ഉണ്ടാകാം. രണ്ടാമത് എനിക്ക് അതിനോട് ചേർത്ത് ഈ വേദഭാഗത്തോട് ചേർത്ത് പറയാനുള്ളത്, ഈ കൊടുങ്കാറ്റിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കൊടുങ്കാറ്റിന്റെ ഉള്ളിൽ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം എന്താണെന്ന് നമ്മൾ വളരെ വേഗത്തിൽ ഓർക്കണം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് അതിനെ അതിജീവിക്കുന്നത് അങ്ങനെയാണ്. 27-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. എൻ്റെ ഉടയവൻ കൊടുങ്കാറ്റിൽ എൻ്റെ കൂടെ ഉണ്ട്. ഹൂ ആം ഐ? ഞാൻ ആരാണ്? ഞാൻ ഒരു ദൈവ പൈതലാണ്. ഐ ബിലോങ് ടു ഗോഡ്. സകലവും സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെതാണ് ഞാൻ. അങ്ങനെ ആവുമ്പോൾ എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാണ്. അപ്പൊ എൻ്റെ ഉടയവൻ കൊടുങ്കാറ്റിൽ എൻ്റെ കൂടെ ഉണ്ട്. കൊടുങ്കാറ്റുകളിൽ ദൈവവുമായുള്ള ബന്ധം ഉറപ്പാക്കുക. ഇൻ സ്റ്റോംസ് റീഎംഫസൈസ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ ഒന്നുകൂടെ ഉറപ്പാക്കുക. കൊടുങ്കാറ്റുകളുടെ മധ്യത്തിൽ, കൊടുങ്കാറ്റുകളിൽ അകപ്പെടുമ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിൽ, അനുഗ്രഹമായ ഒരു ബന്ധത്തിലേക്ക് വരിക. ഈ ബന്ധത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ദൈവവുമായുള്ള ഒരു നിരപ്പിന്റെ അനുഭവം വേണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം ജീവിതത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞെങ്കിലേ നിരപ്പിന്റെ അനുഭവം ഉണ്ടാകുകയുള്ളൂ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവം നമ്മെ സംരക്ഷിക്കണമെന്നും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെന്നും നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ അതൊരിക്കലും ശരിയാകില്ല. മദ്യപാനവും ലോകമയത്വവും സ്വാർത്ഥതയും തെറ്റായ അനേക കാര്യങ്ങൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം ജീവിതത്തിൽ വെച്ചുകൊണ്ട് ആവശ്യം വരുമ്പോൾ ദൈവത്തെ വിളിച്ചാൽ കാര്യങ്ങൾ സാധിക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് തെറ്റായ ആത്മീയതയാണ്. അത് അർത്ഥവത്തായ ആത്മീയതയല്ല. അർത്ഥവത്തായ ആത്മീയത ദൈവവുമായിട്ടുള്ള നിരപ്പിന്റെ അനുഭവത്തിലേക്ക് വരുന്നതാണ്. നാം അർത്ഥവത്തായ ആത്മീയതയെ പറ്റിയാണല്ലോ ചിന്തിക്കുന്നത് ഈ ദിവസങ്ങളിൽ. പ്രാർത്ഥനാ വാരം ആത്മ ശുദ്ധീകരണത്തിന്റെ അവസരം കൂടിയാണല്ലോ. നമ്മുടെ ആത്മാക്കളുടെ ശുദ്ധീകരണത്തിന്റെ അവസരം കൂടിയാണല്ലോ. ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിൽ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, വിശ്വസ്തത, സ്വയനിയന്ത്രണം, ഇതൊക്കെയാണ് ആത്മാവിന്റെ ഫലങ്ങൾ. ഇതെല്ലാം ഉളവാകുന്നതാണ് അർത്ഥവത്തായിട്ടുള്ള ഒരു ആത്മീയത, ദൈവവുമായുള്ള നിരപ്പിന്റെ ബന്ധം. COVID-19 ആദ്യ നാളുകളിൽ ദൈവ ഇല്ലായ്മയിൽ നിന്ന് ദൈവത്തെ കണ്ടെത്തിയ അനേകരെ കുറിച്ച് കേൾക്കാനിടയായി. അതിൽ ഒരു ചെറുപ്പക്കാരനായ ഡോക്ടറുടെ കഥ നിങ്ങൾ പലരും കേട്ട് കാണും. ഇറ്റലിയിലെ ലൊംബാർഡിയിൽ തൻ്റെ ആശുപത്രിയിൽ ഒത്തിരിയും ആളുകൾ രോഗികളായിട്ട് വരുമ്പോൾ നിരീശ്വരവാദിയായിട്ടുള്ള 38-കാരനായിട്ടുള്ള ഡോക്ടർ ജൂലിയൻ എർബൻ എന്ന് പറയുന്ന ഡോക്ടർക്ക് ദൈവത്തിൽ അല്പം പോലും വിശ്വാസം ഇല്ലായിരുന്നു. എന്നാൽ ധാരാളമായിട്ട് രോഗികൾ വരികയും ഓരോരുത്തരായി മരിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ വളരെയേറെ അന്താളിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. വൈദ്യശാസ്ത്രം അമ്പേ പരാജയപ്പെടുന്നതായിട്ടുള്ളൊരു അനുഭവം. താൻ പഠിച്ചിട്ടുള്ള വൈദ്യശാസ്ത്രമൊന്നും ആരെയും രക്ഷിക്കുന്നില്ല. ഇതിന്റെ അപ്പുറം എന്താണെന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള അനുഭവം. അപ്പോഴാണ് അദ്ദേഹം ആശുപത്രിയിൽ ശ്രദ്ധിച്ചത്, രോഗികളുടെ കൂട്ടത്തിൽ വയോധികനായ ഒരു വൈദികനുമുണ്ട്. അദ്ദേഹം രോഗിയാണ്, ശ്വാസം മുട്ടലുണ്ട്, ശ്വാസതടസ്സങ്ങളുണ്ട്. എന്നാൽ ഈ രോഗിയായ വൈദികൻ മറ്റു രോഗികളുടെ അടുത്തേക്ക് ചെന്ന് ദൈവവചനത്തിലെ പ്രത്യാശയുടെ വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് ഈ ചെറുപ്പക്കാരനായ ഡോക്ടറെ വളരെ ചിന്തിപ്പിക്കുന്നതിനിടയായി. പിന്നെ നമ്മൾ കേൾക്കുന്നത്
കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ രോഗിയായ വൈദികനും മരിക്കുന്നു. വളരെ പ്രത്യാശയോടെ ഈ ലോകം വിട്ടു പോകുന്നു. ഇത് ഈ ചെറുപ്പക്കാരനായ ഡോക്ടറുടെ ഹൃദയത്തിൽ ഒത്തിരി ചലനങ്ങൾ സൃഷ്ടിക്കുന്നു. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇടയാകുന്നു. ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വരുന്നു. നിങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രം ഒരുപക്ഷെ ഈ സംഭവങ്ങൾ കേട്ട് കാണും. ഞാൻ പറഞ്ഞത് ദൈവവുമായുള്ള ഒരു നിരപ്പിന്റെ ഇൻ സ്റ്റോംസ് റീഎംഫസൈസ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. മൂന്നാമതായിട്ട് ഇതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുള്ളത്, കൊടുങ്കാറ്റിലകപ്പെടുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ചെയ്യുന്ന എന്താണ്? വലിയ പ്രാർത്ഥനയുടെ അനുഭവം. പ്രാർത്ഥനയെക്കുറിച്ച് ഇവിടെ ജെയിംസ് ജോസഫ് സാർ പറഞ്ഞല്ലോ. പ്രാർത്ഥന എത്രമാത്രം ആവശ്യമാണ് നമുക്ക് ജീവിതത്തിൽ കൊടുങ്കാറ്റുകളെ നേരിടാൻ. ഇൻ സ്റ്റോംസ് ബി പെർസിസ്റ്റന്റ് ഇൻ പ്രേയർ. കൊടുങ്കാറ്റുകളിൽ പ്രാർത്ഥനയിൽ ഉച്ചരിക്കുക. കൊടുങ്കാറ്റുകളിൽ അകപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുക. ഇവിടെ നമ്മൾ വായിക്കുന്നു 27 അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായത്തിന്റെ 23, 24 വാക്യങ്ങൾ ഇങ്ങനെയാണ്: എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. ദൈവത്തിന്റെ ദൂതൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നത്? തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോഴാണ് ദൈവദൂതൻ അടുത്തേക്ക് വരുന്നത്. പ്രാർത്ഥനയിൽ ചുമ്മാതെ കൊടുങ്കാറ്റുകളെ നോക്കി ഭയപ്പെട്ട് അലറി വിളിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുത്തേക്കല്ല ദൈവത്തിന്റെ ദൂതൻ വരുന്നത്. കൊടുങ്കാറ്റിന്റെ മധ്യത്തിലും പ്രാർത്ഥനയിൽ ഉച്ചരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ സംസാരിക്കുന്നത്. എന്താണ് ദൈവത്തിന്റെ ദൂതൻ സംസാരിച്ചത്? പൗലോസെ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. വലിയ ആശ്വാസത്തിന്റെ വചനങ്ങൾ. പ്രാർത്ഥനയിലാണ് നാം ദൈവത്തിങ്കിൽ നിന്നും ആശ്വാസം പ്രാപിക്കുന്നത്. രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ അരികെ വന്നത് അവൻ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലേക്ക് ചെന്നതിനാലാണ്. നിരന്തരമായ പ്രാർത്ഥനയുടെ അനുഭവമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി കൊടുങ്കാറ്റുകൾ, ഞാൻ 5 പാഠങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. ഇനി കൊടുങ്കാറ്റുകൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം, ഇൻ സ്റ്റോംസ് മേക്ക് ആൻ എഫേർട്ട് ടു എൻകറേജ് അതർ പീപ്പിൾ. കൊടുങ്കാറ്റുകളിൽ നാം അകപ്പെടുമ്പോൾ നമ്മെ പോലെ തന്നെ കൊടുങ്കാറ്റിൽ അകപ്പെട്ട മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മനോഭാവം, അത് അർത്ഥവത്തായിട്ടുള്ള ആത്മീയത ഉളവാക്കുന്ന അതിജീവനത്തിന്റെ പാഠമാണ്. അത് നമ്മൾ ഇവിടെ വളരെ നന്നായിട്ട് കാണുന്നുണ്ട്. ഈ സംഭവത്തിൽ 27 അധ്യായത്തിന്റെ 33 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ വായിക്കട്ടെ. അവിടെ ഇങ്ങനെ വായിക്കുന്നു: നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. 14 ദിവസമായി ഭക്ഷണം തന്നെ കഴിക്കാതെ ഇരിക്കുന്നവരുന്നു. നിങ്ങൾ ഭക്ഷണം കഴിക്കണം. നിങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് 14ാം ദിവസമാകുന്നു. അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുത്തിൻ്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല, നിശ്ചയം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്ത് എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. കൊടുങ്കാറ്റുകളിൽ അകപ്പെടുമ്പോൾ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുക. ഈ കോവിഡ് മഹാമാരി ഉയർത്തുന്ന വെല്ലുവിളികൾ ഭയങ്കരമാണ്. വിദേശത്തു നിന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരുന്നവർ സ്വന്തം ഭവനത്തിൽ വന്ന് ക്വാറന്റൈനിൽ പോകാനായിട്ട് അവരെ അനുവദിക്കാതിരുന്ന അയൽക്കാരുടെ കഥകൾ നിങ്ങൾ കേട്ട് കാണും. വിദേശത്തെ ജോലി നഷ്ടപ്പെട്ടു, നാട്ടിൽ തിരിച്ചു വരേണ്ടി വന്നപ്പോൾ സ്വന്തം ഭവനത്തിൽ വന്ന് ക്വാറന്റൈനിൽ ഇരിക്കാൻ അവരെ അനുവദിക്കുന്നില്ല. ഇങ്ങോട്ടൊന്നും വരരുത് എന്ന് പറയുന്നു. ക്രൂരമായ അനുഭവങ്ങളാണിത്. സമൂഹത്തോടുള്ള കടപ്പാടുകൾ മറക്കുകയാണ്. പ്രത്യേകാൽ ആശയറ്റവർക്ക് ആശ്വാസം നൽകേണ്ട അവസരമാണ് പ്രതിസന്ധികൾ ഉളവാക്കുന്നത്. അപ്പൊ ആശയറ്റവർക്ക് ആശ്വാസം നൽകാനുള്ള മനോഭാവം, കൊടുങ്കാറ്റുകളിൽ അകപ്പെടുമ്പോൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന മനോഭാവം. 5-ാമതായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഈ സംഭവം നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഓൾവേസ് ബി ഹോപ്പ്ഫുൾ ഇൻ ദ ലോർഡ്. ഓൾവേസ് ബി ഹോപ്പ്ഫുൾ ഇൻ ദ ലോർഡ്. കർത്താവിൽ എപ്പോഴും ആശയുള്ളവരാകുന്ന ഒരു അനുഭവം. അതിജീവനത്തിന്റെ നല്ലൊരു ഉദാഹരണം ഇവിടെ കാണുന്നുണ്ട്. 27 അധ്യായത്തിന്റെ 39 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ വായിക്കുന്നു. വെളിച്ചമായപ്പോൾ ഇന്ന ദേശമെന്ന് അവർ അറിഞ്ഞില്ല, എങ്കിലും കരയുള്ള ഒരു തുറ കണ്ടു. കപ്പൽ അതിലേക്ക് ഓടിക്കണമെന്ന് ഭാവിച്ചു. നമ്മൾ മുന്നോട്ട് വായിക്കുന്ന സമയത്ത് 44-ാം വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെ: എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. സമയക്കുറവുകൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല. നിങ്ങൾ വായിച്ചാൽ വളരെ ഹൃദ്യമായിട്ടുള്ള വേദഭാഗമാണ്. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിലെ കപ്പൽ ഛേദത്തിന്റെ പൗലോസിന്റെ ഈ വിവരണം അതിജീവനത്തിന്റെ നല്ലൊരു ഉദാഹരണം ഇവിടെ കാണുന്നു. പ്രത്യാശയോടുകൂടി ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുക. ഇങ്ങനെ എല്ലാവരും തീരമണയാനായിട്ട് ഇടയാകും. നമ്മൾ മനസ്സിലാക്കുന്നത് കോവിഡ് വന്ന് പോയ ശേഷവും തുടർന്നേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു കേൾക്കുന്നുണ്ട്.
പോസ്റ്റ് കോവിഡ് സിൻഡ്രോം ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി ഗൗരവമായ പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. വന്നുപോയവർക്ക്, വരാത്തവർക്ക് തന്നെയല്ല, വരാത്തവർക്ക് ഇത് വരുമോ എന്നുള്ള ഭീതിയുണ്ട്. വന്നുപോയവർ നേരിടാക്കാവുന്ന അനേക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ ഒത്തിരി കുറയുന്നത് കൊണ്ടും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തത് കൊണ്ടും ഒക്കെ പ്രായമേറിയവരിൽ ഒത്തിരി മാനസിക ആഘാതം സൃഷ്ടിക്കുന്ന ഒരു കാലവുമാണിത്. ഒരുപക്ഷെ നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോം ഒക്കെ ഒത്തിരി കാലമായിട്ട് കാണാതിരിക്കുന്നവരെയൊക്കെ ഭീതിയൊന്നും ഇല്ലാതെ നേരിട്ട് കാണാനും സംസാരിക്കാനും അവസരം ഉണ്ടാകുന്നുണ്ട്. മാസ്ക് ധരിക്കുകയും വേണ്ട, സാമൂഹിക അകലം പാലിക്കുകയൊന്നും വേണ്ട, എല്ലാവരെയും കാണാനും സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടുന്നുണ്ട്. വീടുകളിൽ ചടഞ്ഞുകൂടിയിരിക്കുമ്പോൾ, ഒത്തിരി കാലമായിരിക്കുമ്പോൾ പ്രായമായവർക്ക് ആരെയും കാണാൻ കഴിയാതിരിക്കുക, 65 കഴിഞ്ഞവർക്ക് പള്ളിയിൽ പോകാൻ ഒക്കാതിരിക്കുക, ഇതൊക്കെ വരുമ്പോൾ ഒത്തിരി മാനസിക ആഘാതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ COVID-19 ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ വളരെയാണ്. ഇവിടെയെല്ലാം ദൈവജനം പ്രത്യാശ ഉൾക്കൊള്ളുന്നവരും പ്രത്യാശ പകർന്നു കൊടുക്കുന്നവരും ആയിരിക്കണമെന്നുള്ള ഒരു വലിയ പാഠമാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസും മറ്റും നമ്മളെ കാണിക്കുന്നത്. ഈ വലിയ പ്രതിസന്ധികളിൽ തളർന്നു പോകാതിരിക്കണം. ഒരു കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട് 14 ദിവസം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ആളുകളോട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണം, ഇങ്ങനെ ഇരുന്നാൽ എന്താണ്? പിന്നീട് നമ്മളവിടെ വായിക്കുന്നത് ഈ കപ്പല് തീരത്തോട് അണയാൻ ചെല്ലുമ്പോൾ തടവുകാരാണ് ഇവര് രക്ഷപ്പെട്ട് പോക്കളയെന്ന് വെച്ച് അവരെ എല്ലാം കൊന്നുകളയാനായിട്ട് ശതാധിപൻ തീരുമാനിക്കുന്നു. അങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തടയുന്നു. ദോഷകരമായ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ് തടയുന്നു. നമ്മുടെ എല്ലാം പ്രാണനെ ദൈവം കാത്തുകൊള്ളും, ആരെയും ഒന്നും ചെയ്യരുതേ എന്ന് പറയുന്ന പൗലോസിനെ നമ്മൾ കാണുന്നു. അതിജീവനത്തിന്റെ ഉത്കൃഷ്ടമായ ഉദാഹരണങ്ങളാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഇവിടെ വിവരിക്കപ്പെടുന്നത്. മഹാമാരിയുടെ ഭീഷണി, ആശകൾ തകരുക, സ്വപ്നങ്ങൾ പാളിപ്പോവുക, രോഗങ്ങൾ നമ്മെ തളർത്തിക്കളയുക, ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള വലിയ വെല്ലുവിളികളാണ്. ഈ വെല്ലുവിളികളെ നമ്മൾ എങ്ങനെ നേരിടാൻ പറ്റും? ഇവിടെ അതിജീവനത്തിനുള്ള ശക്തി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? മാറ്റമില്ലാത്തവനായ ദൈവത്തിൽ നിന്നാണ് അതിജീവനത്തിന്റെ ശക്തി ലഭിക്കുന്നത്. അതാണ് ഇന്ന് ഈ സമാപന ദിവസത്തിലെ നമ്മുടെ ചിന്തയും അതാണ്. മാറ്റമില്ലാത്തവനായ ദൈവത്തിൽ അതിജീവനം പ്രത്യാശയിലൂടെ ദൈവത്തിങ്കിൽ നിന്നാണ് നമുക്ക് ഈ അതിജീവനത്തിനുള്ള ശക്തി ലഭിക്കുന്നത്. ഇന്നലത്തെ പ്രാർത്ഥനാ വാരത്തിന്റെ പഠന ഭാഗം 23-ാം സങ്കീർത്തനം, ഊഷ്മളമായ സങ്കീർത്തന ഭാഗമാണ്. ആ സങ്കീർത്തനത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നാം മനസ്സിലാക്കുന്നത് അതിജീവനത്തിന്റെ വലിയ കാഹളനാദം കേൾപ്പിച്ചുകൊണ്ടാണ് സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഉരുരുൾ താഴ്വരയുടെ കാര്യം പറഞ്ഞ ശേഷവും ശത്രുനിരയെ കുറിച്ച് പറഞ്ഞ ശേഷവും സങ്കീർത്തനക്കാരൻ പറയുന്നു, ഇതൊന്നും എന്നെ അലട്ടുന്നില്ല, കാരണം നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അപ്പോസ്തലനായ പത്രോസ് 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഇത് പത്രോസിന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? സ്വന്തം അനുഭവത്തിൽ നിന്ന് അവൻ എന്ന് പറഞ്ഞാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഇത് ജീവിതത്തിൽ നന്നായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. നമുക്കറിയാം, ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിന്റെ ക്രൂശാരോഹണത്തിനും അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനും ഒക്കെ ശേഷം പത്രോസും കൂട്ടരും തിബെരിയാസിലേക്ക് പോവുകയാണ്, കടൽ തീരത്തേക്ക് പോവുകയാണ്, പഴയ ജോലി ചെയ്യാൻ പോവുകയാണ്, വലയും പടവും ഒക്കെ എടുക്കുകയാണ്. പിന്നെ നിരാശ പകരുന്ന ഒരു അനുഭവമാണ്. ഒരുപക്ഷെ ജീവിതത്തെ പുറകോട്ട് നോക്കിയിട്ട് കഴിഞ്ഞ 3.5 വർഷം എന്തായി? ഒന്നും ആയില്ലല്ലോ, ഗുരുനാഥനും പോയല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയല്ലോ, ഇനി എന്താണ്? നിരാശ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തിബെരിയസിൽ കടൽക്കരയിൽ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പത്രോസിനെ കണ്ടുമുട്ടുന്നവനായ കർത്താവിനെയാണ്. പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്നു. 3 വട്ടം തള്ളിപ്പറഞ്ഞെന്നോ കൂടെ നിൽക്കാൻ കൊള്ളത്തില്ലെന്നോ നേതാവാകാൻ പറ്റില്ലെന്നോ ഒന്നുമല്ല അവിടെ പറയുന്നത്. നീ എന്താ കാണിച്ചത്? ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ല. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് സ്നേഹത്തോടുകൂടി അടുത്തു വരുന്ന ഒരു കർത്താവിനെ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് പത്രോസിന് ഇവിടെ എഴുതാൻ കഴിയുന്നത് ജീവിത അനുഭവത്തിൽ നിന്ന് കർത്താവിനെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. കൈവിടാത്തവനായ കർത്താവിനെ രുചിച്ചറിഞ്ഞതിനാലാണ് പത്രോസിന് അങ്ങനെ പറയാൻ കഴിഞ്ഞത്. നമുക്കും കർത്താവിലുള്ള പ്രത്യാശയോടെ മഹാമാരികളെ അതിജീവിക്കാം. മഹാമാരിയെ അതിജീവിക്കുന്നതിന്
അർത്ഥപൂർണമായിട്ടുള്ള ഒരു ആത്മീയത, നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുക, ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു, നാം ദൈവത്തിനുള്ളവരാണോ, ഡു വി ബിലോങ് ടു ഗോഡ്, നമ്മൾ അവനെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു. കർത്താവ് തന്നെ പറയും, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു. ഇനി കർത്താവ് നമ്മളോട് ചോദിക്കുക, ഞാൻ നിന്റെ കർത്താവ് തന്നെയാണോ? ആം ഐ യുവർ ഗോഡ്, ഞാൻ നിന്റെ കർത്താവാണ്. ആം ഐ യുവർ ലോഡ്, ഞാൻ നിന്റെ കർത്താവ് തന്നെയാണോ? ഇങ്ങനെയുള്ളൊരു ചോദ്യം നമ്മളോടൊക്കെ വന്നാൽ നമ്മൾ എന്ത് മറുപടി പറയും? അതേ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ കർത്താവാണ്, ഞങ്ങൾ അവിടുത്തെ മക്കളാണ്. അവിടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളെയും, ഏത് കൊടുങ്കാറ്റുകളെയും, ഏത് മഹാമാരിയെയും, ഏത് പ്രശ്നങ്ങളെയും ഞങ്ങൾക്ക് ദൈവത്തിലുള്ള ആശ്രയത്തോടുകൂടി അതിജീവിക്കാൻ കഴിയുമെന്നുള്ള സമർപ്പണത്തോടെ നമുക്ക് അർത്ഥപൂർണമായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ ക്രൈസ്തവരായിട്ടുള്ള നമ്മുടെ പങ്ക് നന്നായി നിർവഹിച്ചുകൊണ്ട് സമൂഹത്തെ കെട്ടുപണി ചെയ്യുന്നതിലും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും നമ്മുടെ ക്രിസ്തീയത പ്രവർത്തനങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നതുമായ ഒരു ആത്മീയത, അതാണ് അർത്ഥപൂർണമായുള്ള ആത്മീയത, പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റി. അങ്ങനെയാണ് അതിജീവന സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അങ്ങനെ അതിജീവന സമൂഹങ്ങളുടെ ഭാഗമായിരിക്കുന്നതിന് ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എന്നെ ഈ പ്രാർത്ഥനാ വാരത്തിന്റെ സമാപനത്തിൽ ക്ഷണിച്ച ഷെവലിയർ ഡോക്ടർ കോശ്യം ജോർജ് സാറിനോടും ജെയിംസ് ജോസഫ് സാറിനോടും മറ്റു പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ടും ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ സമാപിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ അർത്ഥവത്തായ സന്ദേശത്തിലൂടെ ഞങ്ങൾ എന്നും മനസ്സിൽ സൂക്ഷിക്കാവുന്ന 5 ചിന്തകൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അഭിമന്യ തിരുമനസിനോടുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നന്ദൻകോട് സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട KS ജെയിംസ് അച്ഛനും ട്രിനിറ്റി കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്ററായിരിക്കുന്ന ബഹുമാനപ്പെട്ട പോപ്സൺ വർഗീസ് അച്ഛനും ഇതിൽ സംബന്ധിക്കുന്നതിന്റെ സന്തോഷവും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. തുടർന്നുള്ള പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാം. അടുത്തത് ഓർഡർ ഓഫ് വർഷിപ്പാണ്. YMCAയുടെ ബോർഡ് മെമ്പറും അതുപോലെ തന്നെ ജനറൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനുമായിരിക്കുന്ന പ്രിയപ്പെട്ട അലക്സ് തോമസ് സാർ നമ്മളെ ഓർഡർ ഓഫ് വർഷിപ്പിൽ നയിക്കുന്നതാണ്. ഇത് കിട്ടുന്നില്ലേ? ഹലോ ഹലോ അലക്സ് തോമസ് സാറേ ഇല്ലേ? ഓക്കെ പ്ലീസ്. YMCA YWCA അഖില ലോക പ്രാർത്ഥനാ വാരത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക ആരാധനാക്രമത്തിലേക്ക് നാം കടക്കുകയാണ്. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണങ്ങാം. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. സ്നേഹവാനും കൃപ നിറഞ്ഞവനുമായ ഞങ്ങൾ ദൈവമേ, പരമപിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അഖില ലോക പ്രാർത്ഥനാ വാരത്തിന്റെ സമാപന ദിവസം സന്ധ്യയെങ്കിൽ വിവിധ സ്ഥാനങ്ങളിലിരുന്ന് വെർച്വലായി കൂട്ടായ്മ ആചരിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്ന അവിടുത്തേക്കായി ഞങ്ങൾ നന്ദി കരേറ്റുന്നു. ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട അതിജീവനം പ്രത്യാശയിലൂടെ എന്ന വിഷയത്തെ അധികരിച്ച് അഭിവന്ദനായ തോമസ് എബ്രഹാം തിരുമേനിയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച മഹത് വചനങ്ങൾക്കായിട്ട് ദൈവമേ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. തിരുമേനിയുടെ എല്ലാ ശുശ്രൂഷകൾക്കായും നേതൃത്വത്തിനായും സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിച്ച എല്ലാവർക്കായും, പ്രത്യേകിച്ച് തിരുവനന്തപുരം YMCA YWCA എന്നിവയുടെ എല്ലാ പ്രവർത്തകർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ രൂപേണ ഇതിൽ പങ്കെടുത്ത് നേതൃത്വം നൽകിയ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെയെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. സകലവും ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ അരിമരക്ഷകന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളണമേ. ആമീൻ. അടുത്തതായി മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ആഗോള സുവിശേഷീകരണത്തിന് വേണ്ടി യത്നിക്കുന്ന എല്ലാ സംഘടനകളെയും വ്യക്തികളെയും അതിലൂടെ നിർവഹിക്കുന്ന എല്ലാ സുവിശേഷ വേലയും ഓർത്ത് ഞങ്ങൾ ഒരു മനസ്സോടെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകമെങ്ങുമുള്ള ജനതകൾ അഭിമുഖീകരിക്കുന്ന COVID-19 വൈറസ് ബാധയെ
മഹത്വത്തിന്റെ പ്രത്യാശയായ യേശുക്രിസ്തുവിലൂടെ അവിടുത്തെ കരുണയാൽ അതിജീവിക്കുവാൻ സഹായിക്കണമേ എന്ന് കൃപ നിറഞ്ഞ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും പ്രത്യാശയും നൽകി മറ്റുള്ളവർക്ക് ധൈര്യം പകരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സകല അനുഗ്രഹങ്ങൾക്കും അങ്ങയോട് നന്ദിയുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ലോകമെമ്പാടുമുള്ള വിവിധ ക്രിസ്തീയ സഭാ വിഭാഗങ്ങളുടെ മേലധ്യക്ഷന്മാർക്കും പ്രത്യേകിച്ച് മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ മെത്രാപ്പോലിത്തയായി ഇന്ന് അഭിഷിക്തനായ അഭിമന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്ത തിരുമേനിക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ സഹായവും തുണയുമായിരിക്കണമേ. കർത്താവേ, കഷ്ടതയിലും രോഗത്തിലും നിരാശയിലുമായിരിക്കുന്നവരെ വിടുവിക്കണമേ. ഏകാന്തതയിൽ കഴിഞ്ഞുകൂടുന്നവരോട് കരുണ തോന്നണമേ. യേശു കർത്താവ് മാത്രമാണ് ജീവനുള്ള ദൈവമെന്ന് സകല ജനതകളും മനസ്സിലാക്കുന്നതിന് സഹായിക്കണമേ. നാടെല്ലാം നന്മ ചെയ്ത് സഞ്ചരിച്ച് എല്ലാവിധ വ്യാധിക്കാരെയും സൗഖ്യമാക്കി യേശുവേ, ദേശത്തിന് വിടുതലയച്ച് സൗഖ്യവും സമാധാനവും അവിടുന്ന് നൽകുമെന്ന വലിയ പ്രത്യാശയിൽ എല്ലാറ്റിനെയും അതിജീവിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രാർത്ഥനാവാരത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ ഉൾക്കാഴ്ചകൾക്കായും സ്തോത്രം. വചനം ശുശ്രൂഷിച്ചവരെയും നേതൃത്വം നൽകിയവരെയും ഇതിൽ സംബന്ധിച്ചവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും മറ്റുള്ളവരെ ഒരുക്കുവാനും സഹായിക്കണമേ. മശിഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. താങ്ക് യു പ്രൊഫസർ അലക്സ് തോമസ്. അടുത്ത ഏതാനും ചില നിമിഷങ്ങൾക്കുള്ളിൽ ഈ യോഗം സമാപിക്കുന്നതാണ്. YMCAയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഷാജി ജെയിംസ് ഇപ്പോൾ നന്ദി പ്രകാശിപ്പിക്കും. അതിനുശേഷം അഭിവന്യ തിരുമനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ആശീർവദിക്കും. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ശ്രീ ഷാജി ജെയിംസ്. സ്നേഹമുള്ളവരെ, YMCA YWCA അഖിലലോക പ്രാർത്ഥനാവാരത്തിന്റെ സമാപനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണല്ലോ. ഈ വർഷം വളരെ ഭംഗിയായിട്ട് 7 ദിവസവും നമ്മൾക്ക് വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഈ നമ്മുടെ വിഷയങ്ങളെ അധികരിച്ച് പ്രഭാഷണങ്ങൾ കേൾക്കുവാനായിട്ട് നമുക്ക് വളരെയധികം അവസരം നൽകിയുണ്ടായി. ഈ അവസരത്തിൽ എല്ലാവരോടും നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് ഇവിടെ കടന്നു വരികയും ഇന്നത്തെ വിഷയം അവതരിപ്പിച്ച അഭിവന്ധ്യ ബിഷപ്പ് തോമസ് അബ്രഹാം തിരുമേനിയോടുള്ള സ്നേഹപൂർവമായ YMCAയുടെയും YWCAയുടെയും സ്നേഹപൂർവമായ നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അർപ്പിച്ചുകൊള്ളട്ടെ. YMCAയുടെ പ്രസിഡന്റ് ജെയിംസ് ജോസഫ് സാറ്, YWCAയുടെ പ്രസിഡന്റ് നീന തോമസ് എന്നിവരോടുള്ള സ്നേഹപൂർവമായ നന്ദി നാം ഏവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ഇവിടെ അർപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനാവാരത്തില് നേതൃത്വം നൽകിയത് YMCAയുടെ സ്പിരിച്വൽ പ്രോഗ്രാംസ് കമ്മിറ്റിയും YWCAയുടെയും സ്പിരിച്വൽ കമ്മിറ്റിയുമാണ്. YMCAയുടെ സ്പിരിച്വൽ പ്രോഗ്രാംസ് കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന ഷെവ്ലിയാർ ഡോക്ടർ കോച്ചി എം ജോർജ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടികളെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഷെവ്ലിയാർ ഡോക്ടർ കോച്ചി എം ജോർജ് സാറിനോടുള്ള സ്നേഹപൂർവമായ നന്ദി നാം ഏവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ YWCAയുടെ സ്പിരിച്വൽ പ്രോഗ്രാംസ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ക്ഷേമ ജോർജിനെയും സ്നേഹപൂർവ്വം YMCAയുടെയും YWCA അംഗങ്ങളുടെ പേരിലുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കട്ടെ. കഴിഞ്ഞ 7 ദിവസക്കാലത്തെ നമ്മുടെ ആരാധനാക്രമം തയ്യാറാക്കിയത് YMCAയുടെ സ്പിരിച്വൽ പ്രോഗ്രാംസ് കമ്മിറ്റിയുടെ കൺവീനറായിരിക്കുന്ന ജിമ്മി ജോർജ് സാറിനാണ്. ജിമ്മി ജോർജ് സാറിനോടുള്ള സ്നേഹപൂർവമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ ഏവർക്കും വേണ്ടിയിട്ട് അർപ്പിച്ചുകൊള്ളുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 7 ദിവസവും നമ്മൾക്ക് വെർച്വലായിട്ട് ഗായക സംഘം നമ്മളോടൊപ്പം തുടക്കത്തിലുണ്ടായിരുന്നു. YWCAയുടെ അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള അവർ വളരെ പ്രിപ്പയർ ചെയ്ത് നേരത്തെ തന്നെ എത്തിച്ചേർന്ന അവരോടുള്ള ആ ഗായക സംഘങ്ങളോടുള്ള സ്നേഹപൂർവമായ നന്ദി നാം ഏവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 7 ദിവസവും നമ്മൾക്ക് വളരെ നല്ല പ്രഭാഷണങ്ങളാണ്
ഈ വർഷത്തെ വിഷയത്തെ അധികരിച്ച് വളരെ ശക്തമായി ചിന്തിക്കുവാനായിട്ട് നമ്മൾക്ക് തന്ന ഒരു പ്രഭാഷണങ്ങളായിരുന്നു നമുക്ക് നൽകിയത്. അതിൽ നിന്ന് നേതൃത്വം നൽകിയ എല്ലാവരെയും, പ്രത്യേകിച്ച് എല്ലാ പ്രഭാഷകരെയും സ്നേഹപൂർവ്വം YMCയുടെയും YWCയുടെയും പേരിലുള്ള സ്നേഹപൂർവ്വമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് അർപ്പിക്കട്ടെ. ഇന്നത്തെ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ലിവിൻസൺ അച്ഛൻ, ആരാധനാക്രമത്തിന് നേതൃത്വം നൽകിയ ബഹുമാനായ YMCയുടെ ബോർഡ് മെമ്പർ പ്രൊഫസർ അലക്സ് തോമസ് സാർ എന്നിവരോടുള്ള സ്നേഹപൂർവ്വമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടികളിൽ പങ്കെടുത്ത അഭിവന്ദ്യരായ വൈദികര്, എല്ലാ ദിവസവും തന്നെ പങ്കെടുത്ത അഭിവന്ദ്യരായ വൈദികര് പ്രത്യേകമായിട്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, വളരെയധികം വൈദികര്, ഗ്ലാഡ്സൺ അച്ഛനും ഒക്കെ എല്ലാ ദിവസവും തന്നെ പങ്കെടുത്തിട്ടുണ്ട്. ഗ്ലാഡ്സൺ അച്ഛനോടൊക്കെ ഉള്ള സ്നേഹപൂർവ്വമായ നന്ദി, അഭിവന്ദ്യരായ വൈദികരോട് എല്ലാവരോടുമുള്ള സ്നേഹപൂർവ്വമായ നന്ദി ഈ അവസരത്തിൽ YMCയ്ക്ക് വേണ്ടിയിട്ടും YWCയ്ക്ക് വേണ്ടിയിട്ടും ഞാൻ അർപ്പിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത ആദ്യത്തെ ദിവസം തന്നെ വളരെയധികം നിറഞ്ഞ ആളുകളായിരുന്നു. എല്ലാ ദിവസവും വളരെ നിറഞ്ഞ ആളുകളായിരുന്നു. YWCയുടെയും YMCയുടെയും ഭാരവാഹികൾ എല്ലാവരും ഉണ്ടായിരുന്നു. YWCയുടെയും YMCയുടെയും അംഗങ്ങള്, YMCയുടെയും YWCയുടെ അഭ്യകാംക്ഷികളായിട്ട് പങ്കെടുത്തിരുന്നവര് എല്ലാവരോടും സ്നേഹപൂർവ്വമായ YMCയുടെ സ്നേഹപൂർവ്വമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് അർപ്പിച്ചുകൊള്ളട്ടെ. പ്രത്യേകിച്ച് ഈ 7 ദിവസത്തെ നമ്മുടെ ഈ പരിപാടികൾക്ക് ടെക്നിക്കൽ സപ്പോർട്ടുകളും സഹായവുമായിട്ട് പിൻനിരയിൽ നിന്നിരുന്നത് YMCയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ബിറ്റി വർഗീസ് ആണ്. സ്നേഹപൂർവ്വമായ ബിറ്റി ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ എല്ലാ ടെക്നിക്കൽ കാര്യങ്ങളും ചെയ്തു തന്നത് ബിറ്റിയാണ്. ബിറ്റിയോട് സ്നേഹപൂർവ്വമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് അർപ്പിച്ചുകൊള്ളട്ടെ. കിടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമാപന പ്രാർത്ഥനയ്ക്ക് മുൻപ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് YMCA പ്രസിഡന്റുമായിട്ടും YWCA പ്രസിഡന്റുമായിട്ടും സംസാരിക്കുകയായിരുന്നു. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ പ്രാർത്ഥന തീരുന്നല്ലോ എന്നുള്ള ഒരു നഷ്ടബോധം കഴിഞ്ഞ 7 ദിവസങ്ങളായി തുടർന്നു വന്ന ഈ പ്രാർത്ഥന തീരുന്നു. അത് ഇവിടെ തീരുകയല്ല, നമുക്ക് തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ തിരുവനന്തപുരം YMCAയ്ക്കും YWCAയ്ക്കും നമുക്ക് തുടർന്നും നടത്താവുന്നതാണ് എന്നെല്ലാവരെയും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അഭിവന്ദന തിരുമനസ്സിനെ സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവവല്ലഭനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനായും തിരുവനന്തപുരം YMCA YWCകൾക്ക് സംയുക്തമായി അഖിലലോക പ്രാർത്ഥനാ വാരത്തിന്റെ ഈ സമാപന ദിവസം ഇപ്രകാരം ഒന്നിച്ചു കൂടുവാൻ കൃപ ചെയ്തതിനാലും ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പകർന്നു നൽകിയ ആത്മീയ പ്രചോദനങ്ങൾക്കായി, അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിനായും ആ വചനത്തിൽ കൂടെ ദൈവദാസന്മാരിൽ കൂടെ കേൾപ്പിച്ച ചിന്തകൾക്കായി, സമൂഹത്തോടുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതകൾ എത്രയധികമാണ്, ഞങ്ങളുടെ ക്രിസ്തീയ സാക്ഷ്യം എപ്രകാരമായിരിക്കണമെന്നെല്ലാം ചിന്തിപ്പാൻ ഞങ്ങൾക്കിടയാക്കിയല്ലോ. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ സമൂഹം ലോകമെമ്പാടും ഒരു മഹാമാരിയെ നേരിടുന്ന ഈ സാഹചര്യത്തിൽ അതിനോടുള്ള ബന്ധത്തിൽ YMCA ക്രമീകരിച്ച പ്രത്യാശ കിരണങ്ങൾ എന്നുള്ളതായുള്ള ചിന്താവിഷയം ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചിന്തിപ്പാൻ ദൈവം കൃപ ചെയ്തല്ലോ. കർത്താവെ, അർത്ഥപൂർണമായിട്ടുള്ള ആത്മീയതയിലൂടെ ഞങ്ങൾക്ക് കർത്താവെ അതിജീവന സമൂഹത്തെ സൃഷ്ടിപ്പാൻ കർത്താവ് പ്രാപ്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാലത്തുമുള്ള ക്രൈസ്തവ സമൂഹങ്ങൾ അവർ നേരിട്ട പ്രതിസന്ധികളെ ദൈവാശ്രയത്തോടുകൂടി എപ്രകാരം നേരിട്ടോ അതുപോലെ ഞങ്ങളും നേരിടുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമൂഹത്തിൽ പടർന്ന് വ്യാപിക്കുന്ന മഹാമാരിയുടെ ദോഷങ്ങളിൽ നിന്ന് സമൂഹങ്ങളെ വിടുവിക്കണമേ. കർത്താവെ, ഏറ്റവും അനുഗ്രഹകരമായിട്ടുള്ള ഫലകരമായ ഒരു വാക്സിൻ എത്രയും വേഗത്തിൽ കണ്ടെത്തി കർത്താവെ ഈ രോഗത്തെ നിയന്ത്രിക്കുവാൻ തക്കോണം ദൈവം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യരാശിയോട് കരുണ തോന്നണമേ, ഞങ്ങളുടെ കുറവുകൾ ഓർക്കരുതേ. കർത്താവെ, ഈ പ്രത്യേകമായിട്ടുള്ള സാഹചര്യവും പ്രശ്ന സങ്കീർണമായ ജീവിതാനുഭവങ്ങളും ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുവാൻ, ദൈവത്തെങ്കിൽ അകന്നു പോവുകയല്ല, ദൈവത്തെങ്കിലേക്ക് നോക്കുവാൻ, ഇതെല്ലാം മുഖാന്തരമാകുവാൻ തക്കോണം ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ വാരത്തിന് ട്രിവാൻഡ്രം YMCA YWCകളുടെ ഈ പ്രാർത്ഥനാ വാരത്തിന് നേതൃത്വം നൽകിയ കർത്താവെ ചുമതലക്കാരെ എല്ലാം ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. YMCയുടെ ചുമതലക്കാരെ ജെയിംസ് ജോസഫ് സാറിനെയും ഷാജി ജെയിംസ് സാറിനെയും അതുപോലെ ഷവലിയാർ ഡോക്ടർ കോശ്യം ജോർജിനെയും YWCയുടെ ചുമതലക്കാര് ശ്രീമതി നീന തോമസിനെയും ലെറ്റി മാത്യു ജോണിനെയും ഷേമ ജോർജിനെയും എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസത്തെയും പ്രാർത്ഥനാ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാവർക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. പങ്കെടുത്തവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
ഇത്രയും ബഹുമാന്യരായിട്ടുള്ള അനേക വൈദികര് ഇതിൽ പങ്കെടുക്കുവാൻ ദൈവം ഇടവരുത്തിയല്ലോ. കർത്താവെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ക്രൈസ്തവ സഭകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭകളുടെ മേലധ്യക്ഷന്മാരെ അനുഗ്രഹിക്കണേ. പ്രത്യേക മാർത്തോമ സഭയുടെ മെത്രാപ്പോലീത്തയായി ചുമതല ഏറ്റെടുത്തിരിക്കുന്ന അഭിവന്യ തിരുമേനിയെ അധികമായിട്ട് ശക്തീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകളെയും അവയുടെ നേതൃത്വങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ ഓർത്തുകൊണ്ട് സമൂഹ മധ്യത്തിൽ കർത്താവെ തണ്ടിന്മേലിരിക്കുന്ന വിളക്ക് പോലെ ശോഭിപ്പാൻ ഇടവരുത്തണമേ. ഭൂമിയുടെ ഉപ്പായും ലോകത്തിന് വെളിച്ചമായും തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ദൈവത്തിങ്കിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള എല്ലാ ആത്മീയ നൽവരങ്ങൾക്കായി കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കൂട്ടായ്മയുടെ നല്ല അനുഭവങ്ങൾക്കായി സ്തോത്രം. ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ പ്രിയപ്പെട്ടവർക്ക് ഒരുമിച്ച് കാണുവാനും ദൈവത്തെ സ്തുതിപ്പാനും അവസരങ്ങൾ ദൈവം നൽകിയല്ലോ. അതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. എല്ലാ ഭവനങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മധ്യ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടല്ലോ, അവരെ പ്രത്യേകാൽ താങ്ങിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഒറ്റപ്പെടലിന്റെയും ഒക്കെ ദിവസങ്ങൾ കർത്താവെ പ്രത്യാശയുടെ ദിവസങ്ങളായി ദൈവമുഖത്തേക്ക് നോക്കി ആശ്വാസം പ്രാപിച്ച് ധൈര്യം പ്രാപിച്ച് ജീവിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവാക്കന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയല്ല, ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ കൊണ്ട് ഇടവരുത്തണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മീയമായിട്ടുള്ള ശിക്ഷണത്തിൽ വളർന്നു വരുവാൻ എല്ലാവർക്കും കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ട്രിവാൻഡ്രം YMCA YWCA പ്രവർത്തനങ്ങളെ വരും കാലങ്ങളിലും അധികമായി അനുഗ്രഹിച്ച് വഴി നടത്തണമേ. ഞങ്ങൾക്ക് ഒരുമിച്ച് ലഭിച്ച ഈ നല്ല അവസരത്തിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പ്രിയ രക്ഷകന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. 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 തിരുവേനെ വളരെ നന്ദി, വളരെ നന്ദി. ഞങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം ചെലവഴിച്ചാൽ വളരെ വളരെ സന്തോഷം. നന്ദി. താങ്ക് യു.